അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് സുന്നി ക്ലാസ്. ഇസ്ലാം ഒരാളെ തപ്പുടെ മറച്ചു വെക്കുക വലിയൊരു പ്രോത്സാഹമായിട്ട് ഇസ്ലാം കൊടുക്കുക. ഞങ്ങളെ കണ്ണിൽ ഒരാൾ തപ്പ് ചെയ്തത് കണ്ടെങ്കിൽ അത് ഞങ്ങൾ മറച്ചു വെക്കണം എന്നത് തന്നെയായിട്ട് ഇസ്ലാം ഞങ്ങളോട്ട് കൽപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരു പരിശുദ്ധ ദീനുൽ ഇസ്ലാം മങ്ങലായ ഒരു വ്യക്തി വ്യഭിചരിച്ചെങ്കിൽ അയാളെ എറിഞ്ഞു കൊല്ലണം എന്നായിട്ട് കല്ലെറിഞ്ഞ് അങ്ങനെ കൊല്ലണം എന്നുള്ള ശിക്ഷയായിട്ട് ഇസ്ലാമിയുടെ തീരുമാനം. അപ്പൊ അങ്ങനെയുള്ള ശിക്ഷ ചിലർ അങ്ങനെ നിന്ന് സംഭവിച്ചിട്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒന്ന് ജണ്ടാറ് അത് സ്വയം ഏറ്റെടുത്ത് വന്നിട്ടും അങ്ങ് ശിക്ഷ നടപ്പിലാക്കേണ്ടി വന്നത്. അങ്ങനെ ഈമാന്റെ പവർ ആയിട്ട്. കാരണം എന്തോന്നെങ്കിൽ ആഖിറത്തെ ശിക്ഷയുടെ പിടിച്ച് ദുനിയാവിൽ തന്നെ ശിക്ഷ ഏറ്റെടുത്തുണ്ടാവും. അത് അങ്ങനെ സംബന്ധിച്ച് നബി തങ്ങ ചെന്ന് ഒരു സഹാബിനെ അയാള് സ്വർഗത്തെ നദിലിപ്പോ മുങ്ങിക്കൊലിച്ചോണ്ടുണ്ട്, സ്വർഗത്തെ നിഅമത്തിലാൽ ആസ്വദിച്ചോണ്ടുണ്ട്. കാരണം എന്താ, സ്വഹാബാക്കളാറും തപ്പ് ചെയ്യില്ല, ചെയ്തറും കണ്ടെങ്കിൽ അങ്ങ് അപ്പൊ തന്നെ ദോഷ തൗബ ചെയ്ത് മടങ്ങുക. അതൊക്കെ എന്ത് ശിക്ഷയാണോ ഉള്ളത് അത് അങ്ങ് അപ്പ ഏറ്റെടുത്ത് അങ്ങ് ദുനിയാവിൽ തന്നെ കൽകി വൃത്തിയാക്കി പോയെന്നായിട്ടില്ല. അതുകൊണ്ട് സ്വഹാബാക്കളെ സംബന്ധിച്ച് തെല്ല് പോലും ഞങ്ങൾ തപ്പ് വിരിക്കുക തീറ, ഞങ്ങളെ പോലെ അങ്ങ് വിരിക്കുക തീറ, അങ്ങ് വലിയ ഉന്നതമായ പദവി. നായിപ്പ ചൊല്ലത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു ചരിത്രം. ഉമർ റളിയല്ലാഹു സംബന്ധപ്പെട്ട ഉമർ റളിയല്ലാഹു മദീനയിൽ ആഡളിത്ത നടത്തുന്ന ഒരു കാലഘട്ടത്ത് മദീനയിൽ ജാമന ചുറ്റി നടക്കുന്ന ആദത്ത് ഉമർ റളിയല്ലാഹുവിനുണ്ട്. ആരെ കഷ്ട സുഖ ഇതല്ല, ആരെങ്കിലും കഷ്ടത്തിലായിടാറാം, ആരെങ്കിലും പട്ടിണി കിടന്നിടാറാ, ആരെങ്കിലും കഷ്ടത്തിൽ ബാക്കിയായിടാറാ, ആരെങ്കിലും തെരുത്തപ്പി പോയിടാറാം. ഇങ്ങനെ പലതും അന്വേഷിച്ച് നടക്കുന്നത് ആദത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു നാല് ഒരു ആണും പെണ്ണും ഒരു ബടക്ക് ചെയ്തത് കണ്ടപ്പോ പിറ്റേന്ന് സുബിയായിട്ടാകുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അണ്ടത്ത് പ്രഗത്ഭരായ സ്വഹാബാക്കളുള്ള ആ സ്വഹാബാക്കളൊട്ടേക്ക് എടുത്ത് ഒരു രാജ്യത്തെ രാജാവും ഒരു പെണ്ണും ഒരു ആണും ബടക്ക് ചെയ്തതായിട്ട് കണ്ടെങ്കിൽ ഇസ്ലാമുടെ ശിക്ഷ എറിഞ്ഞു കൊല്ലണമെന്നുള്ള ശിക്ഷ, അല്ലെങ്കിൽ മഞ്ഞളായിട്ടില്ലെങ്കിൽ ഇത്ര അടി അടിക്കണമെന്നുള്ള ശിക്ഷയുണ്ട്. ഒരു വർഷം പ്രായത്തെ പുറത്ത് കടത്തണം. ആ ശിക്ഷ അയാൾക്ക് നടപ്പിലാക്കമാണ്. അപ്പൊ സ്വഹാബാക്കളെല്ലാം ചെന്നത് ഇന്നമ അന്ത ഇമാമുൻ ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ രാജ്യത്തെ രാജാവല്ലേ, ഇമാമല്ലേ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ലൈസ ദാലിക ലക, ആ പവർ, അതായത് ആ ശിക്ഷ നടപ്പിലാക്കുന്ന അധികാരം നിങ്ങൾക്കില്ല. ഇതൻ യുഖാമു അലൈക്കൽ ഹദ്ദു, നിങ്ങൾ അങ്ങനെ നടപ്പിലാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങളെ മേലെ ശിക്ഷ വിധിക്കേണ്ടി വരും. എന്തേ, ഇന്നല്ലാഹ ലം യഅ്മൻ അലാ ഹാദൽ അംറ അഖല്ല മിൻ അർബഅത്തി ശുഹൂദ്. ഒരു വ്യഭിചരിക്കുന്നത് കണ്ടെങ്കിൽ അത് 4 സാക്ഷികൾ അതൊക്കെ വേണം. ഇങ്ങനത്തെ ചെയ്തറി എന്നതൊക്കെ 4 ആൾമാർ സാക്ഷി നിൽക്കണം, എന്നെങ്കിലേ ഇസ്ലാം ശിക്ഷ നടപ്പിലാക്കുക വെച്ചുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരാൾ കണ്ടത് കൊണ്ട് മെയ്യാവില്ലേ, നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കാവില്ല എന്നായിട്ട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു ചെന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു വിട്ടു അങ്ങനത്തെ സംഭവം ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ട ഇങ്ങനത്തെ ഒന്നും ചൊന്നില്ല. ഒരു രാജാവ്, അതായത് രാജ്യത്തെ ഖലീഫയായിട്ടിക്കട നക്ക്, അല്ലെങ്കിൽ ഖലീഫയായിട്ടിക്കട ഒരാൾക്ക് ഒരു ആണും ഒരു പെണ്ണും തെറ്റ് ചെയ്തത് കണ്ടെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാമോ എന്നായിട്ടിക്കട സംശയം. അപ്പൊ സ്വഹാബാക്കളിട്ട് കേട്ടിട്ടാകുമ്പോ അതിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ചെന്നത് ഇല്ല, നിങ്ങൾക്ക് അതിൽ അധികാരമില്ല. കാരണം അല്ലാഹു തആല ಅದಕ್ಕೆ 4 സാക്ഷികളെ വേണം ചെന്നത്. ആ ഒരാൾ ഒരു ആണും ഒരു പെണ്ണും വ്യഭിചരിച്ചത് എന്ന് കേസ് ബന്ത് കണ്ടെങ്കിൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അയാൾക്ക് ശിക്ഷ വിധിക്കണമെങ്കിൽ 4 ആൾമാർ അത് കണ്ണാറെ കാണണം, കേട്ടെങ്കയ്യാവലെ 4 സാക്ഷികൾ വേണം. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊക്കെ കേട്ടു.
അപ്പോഴും ആ ബാക്കി സ്വഹാബാക്കൾ ചെന്ന് നിങ്ങൾ രാജ്യത്തെ രാജാവല്ലേ, അലി റളിയല്ലാഹു ചെന്ന് നിങ്ങൾക്ക് അത് അധികാരമില്ല. അപ്പോ ഇത് ഉമർ റളിയല്ലാഹു എന്ത് കേൾക്കണേറ്റെങ്കിൽ, ഉമർ റളിയല്ലാഹു ഈ കണ്ണാരെ കണ്ട നക്ക് ഈ ശിക്ഷ നക്ക് വിധിക്കുക ആവുറ എന്നതിൽ ഉമർ റളിയല്ലാഹു സംശയമുള്ളത് കൊണ്ടായിട്ട് അതിൽ കേൾക്കണേ. ലാസ്റ്റ് ഉമർ റളിയല്ലാഹു അലി റളിയല്ലാഹുവിന്റെ തീരുമാനം തന്നെയായിട്ട് അവിടെ ശരിയായി കണ്ടത്. അത് അലി റളിയല്ലാഹു ചൊന്നത് തന്നെയായിട്ട്. അപ്പോ നീ നോക്കോറും ശറഅ് മോശമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ആൾമാർ ചെയ്തത് കണ്ടെങ്കിൽ മറച്ചു വെക്കുകയായിട്ട് ഇസ്ലാം കൽപ്പിക്കരുത്. അതുകൊണ്ടായിട്ട് നോക്കുക ഏറ്റവും മോശമായതായിട്ട് വ്യഭിചാരം എന്നുള്ളത്. എന്നിട്ട് അതൊക്കെ 4 സാക്ഷികൾ വേണമെന്ന് വെച്ചിട്ട് അതും എങ്ങനെ കാണണം? കണ്ണാരെ കാണണം. സുറുമക്കോലുകോ സുറുമത്തെ കുപ്പിക്ക് സുറുമത്തെ കോലിട്ടിട്ട് സുറുമ എടുക്കല്ലേ എന്നതുപോലെ, അതായത് പിന്നെ മുട്ട ഇന്നറുണ്ടോ, ഒരു റൂമിൽ ഇന്നറുണ്ടോ, അല്ലെങ്കിൽ മേലെ മേലെ കിടന്നിട്ട് ഇന്നറോ, ഇതൊന്നും വയ്യാവില്ല. കണ്ണാറെ ഇങ്ങനെ തന്നെ കാണണമെന്നുള്ള ഇസ്ലാം നിയമം വെച്ചത് അതെന്താക്കണം? തെറ്റായ കാര്യങ്ങൾ മറച്ചു വെക്കണം എന്നതൊക്കെ തന്നെയായിട്ട്. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ അതുക്കുള്ള ഈ മോശമായത് ചെയ്യുക തീര, ഇനി അത് ചെയ്തേന് തന്നെങ്കിലോ അതിനെ മറച്ച്, അത് ഞങ്ങളെ കണ്ണിൽ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ചൊന്നു നടക്കും തീര, അതിനെ മറച്ചു വെക്കണം എന്നായിട്ട്. അപ്പോ ഇങ്ങനെ ഇന്നല്ലാഹ ഇദാ സതറ അലാ അബ്ദിൻ ഔറതഹു ഫി ദുനിയ ഫഹുവ അക്രം മിൻ അൻ യക്ഷിഫ ഫിൽ ആഖിറ വഇൻ കശഫഹ ഫി ദുനിയ ഫഹുവ അക്രം മിൻ അൻ യക്ഷിഫഹ മററതൻ ഉഖറ. ഒരു ഹദീസ് ആയിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരാൾ ചെയ്ത തെറ്റിനെ അള്ളാഹു മറച്ചു വെച്ച ചെന്നെങ്കിൽ ഒരാളാക്കിയതിരെ അള്ളാഹു തആല മനുഷ്യന്മാരെ കണ്ണിൽ പെടുത്തില്ല, അതിനെ മറച്ചു വെച്ച. ദുനിയാവിൽ അള്ളാഹ് മറച്ചു വെച്ചെങ്കിൽ ആഖിറത്തിലും അള്ളാഹു തആല മറച്ചു വെക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അത്രക്കും എന്തായിട്ട് കരീമായിട്ടിട്ട. ഇനി ദുനിയാവിൽ വെളിപ്പെടുത്തിയാണ്ട് വെക്കാം, എന്നാൽ ആഖിറത്തിലും അള്ളാഹു തആല മറച്ചു വെക്കും. അള്ളാഹു തആല അത്ര കരീമായിട്ടിട്ട്. അപ്പോ ഈ തപ്പുകളെ കണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ പബ്ലിക് ആക്കേണ്ടതല്ല. അത് എത്ര വലുതാണെങ്കിൽ ഞങ്ങൾ അതിൽ മറച്ചു വെക്കണം. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങൾ ഒരുപാട് തപ്പുകളെ മറച്ചു വെക്കണം. ആഖിറത്തിൽ ഇപ്പൊ തപ്പ് ചെയ്യാത്ത ആറിയിക്കില്ലല്ലേ, ആഖിറത്തിലും അള്ളാഹു തആല എന്താക്കണം? ഞങ്ങളെ ദോഷങ്ങൾ അള്ളാഹ് മറച്ചു വെക്കണം. ഞങ്ങൾക്ക് തപ്പിടെ അള്ളാഹു തആല മറച്ചു വെക്കണം. അപ്പോ ദുനിയാവിൽ മറ്റുള്ള ആൾക്കാരെ തപ്പിടെ പർവ്വത്തിൽ അങ്ങ് തേടി നടന്നുകൊണ്ടിരിക്കോ തീരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് യാ മഅ്ശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലുൽ ഈമാന ഫീ ഖൽബി, ഖൽബിൽ ഈമാൻ ഇല്ലാണ്ട് വെറും നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചെന്നിട്ട് ഞങ്ങൾ ഇസ്ലാമിലെല്ലാം ചൊല്ല ഒരു സമൂഹമേ, ഒരു കൂട്ടമേ, നിങ്ങൾ മുസ്ലിമീങ്ങളെ യഥാർത്ഥ ഈമാൻ, അതായത് മുനാഫിക്കീങ്ങളെ ചൊല്ല നീ എന്താക്കത്തില്ല മുസ്ലിമീങ്ങൾ ലാ തഗ്താബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നീ ഗീബത്ത് ചൊല്ലണ. വലാ തത്തബിഉ ഔറാത്തിഹിം, അങ്ങനെ ഔറത്ത്, അതായത് അങ്ങനെ രഹസ്യത്തെ നിങ്ങൾ പിന്തുടരണ്ട. ഫഇന്നഹു മൻ യത്തബി ഔറത അഖീൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഔറത്തിനെ പിൻപറ്റിച്ചെങ്കിൽ അവൻ എന്തിനെ തപ്പാക്കിടണ്ട, അവന്റെ പെറത്ത് ഓൻ തേടി പിടിച്ച് നടന്നാണ്ട് കണ്ടെങ്കിൽ യത്തബിഉല്ലാഹു ഔറതഹു, ഓന്റെ തപ്പടയും യാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പിന്തുടരും. എന്നെ വമൻ യത്തബില്ല ഔറതഹു യഫ്ളിഹു വലൗ കാന ഫീ ജൗഫി ബൈത്തി. അള്ളാഹു തആല ഒരാളെ തപ്പിട അള്ളാഹ് പരസ്യപ്പെടുത്തും, ഓന്റെ നാണക്കെടുത്തോന്നിട്ട് അള്ളാഹ് ബേർച്ചൻ കണ്ടെങ്കിൽ ഓന്റെ ഔത്ര ഉൾഗത്തിൽ വെച്ചിട്ടാണെങ്കിലും അള്ളാഹ് അത് നാണം കൊടുത്തും എന്നുള്ളത് ഈ ഹദീസിൽ നിന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളങ്ങളെ തപ്പിട ഞങ്ങൾ കണ്ടുപിടിക്കണു എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. ഞങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പാടി നടക്കുന്നതും വേണ്ട, ഞങ്ങൾ അതിനെ മറച്ചു വെക്കുക, ഞങ്ങൾ അതിനെ പിറത്തെ തേടുകയും പോകണ്ട. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചൊല്ല് ഉമർ റളിയല്ലാഹു ഒട്ടിക്ക് നാനൊരുക്കം മദീനത്തിൽ ഇങ്ങനെ ജാവ് പോയോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഔത്തിൽ ഞങ്ങൾക്ക് ഒരു വെളിച്ച കണ്ടെത്തും. അങ്ങനെ ആ ഔത്തിൽ മുട്ടെത്തിയപ്പം വായിലിട്ടു ഉൾഗത്ത് എന്തെന്തെല്ലാം ശബ്ദം കേൾക്കണം. ഉമർ റളിയല്ലാഹു എൻ്റെ കൈ പിടിച്ച് കേട്ട് ഇതാരാ അവൻ കൊന്തുണ്ട? അപ്പൊ ഞാൻ ചെന്നേ ഇല്ല. അപ്പൊ അത് ഇന്ന റബിയത്ത് ഇബ്നു ഉമയ്യത്ത് ഇബ്നു ഖലഫുടെ അവാദിത്തിക്കിട് ഇപ്പൊ കള്ളും കുടിച്ചിട്ടായിട്ടിക്കിട് അങ്ങ് ഇപ്പോൾ ഉള്ള അവസ്ഥ നീ എന്താ ചൊല്ലാറാണ്. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചെന്ന്
ഞങ്ങാക്കിയത് തപ്പുണ്ടാണ് ആ ചൊല്ലേ. എന്തേ ഞങ്ങൾ അങ്ങനെ ഉത്തരവ് പോയിട്ട് അങ്ങ ഉത്തരം എന്തിനാക്കിട്ടാ ഞങ്ങൾ ചൊല്ലോ തീരുക, ഞങ്ങൾ നോക്കോ തീരുക. ഞങ്ങളെ അള്ളാഹു താല അത് ഏൽപ്പിച്ചിട്ടില്ലല്ലേ, അള്ളാഹു താല അത് ചൊന്നിട്ടില്ലല്ലേ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചൊന്നത് ഖാലല്ലാഹു തആല വലാ തജസ്സസു, ആൾമാറ് എന്തൊരു ആക്കിടാറിട്ട് കുത്തി അറിയുകയോ ഒഞ്ചിരിച്ച് നോക്കുകയോ അങ്ങനെ പർവ്വതം നടന്ന് നോക്കുകയോ നീ പോവണ്ടായിട്ട് അള്ളാഹു താല ഖുർആനിൽ ചെന്നിട്ടില്ലേ. അപ്പൊ ഞങ്ങൾ ആക്കിയതല്ലേ തപ്പു എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിടെ മടക്കിയത്. അപ്പോൾ എന്തോ ആക്കിയില്ല അവിടെ. അപ്പോൾ ഈ മറ്റുള്ളവരെ തപ്പ് മറച്ചു വെക്കൽ നിർബന്ധമാണ് എന്നായിട്ടിട്ട് ഇതിൽ നിന്നും മനസ്സിലാവുകയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുമാർ ചെയ്ത തപ്പുടെ ഞങ്ങൾ പരസ്യമാക്കുക എന്നുള്ളത് അത് ഒരിക്കലും നല്ലതല്ല, അത് തെറ്റായിട്ടിട്ട്. അതേ സമയത്ത് ഞങ്ങൾ പിന്നോർത്തടെ നാണം കെടുത്തുകയോ അവന്റെ മര്യാദ എടുക്കുകയോ ഞങ്ങൾ പോയെന്ന് കണ്ടെങ്കിൽ ഇന്നത്തെ കാലം ചൊല്ല വാട്സപ്പിടെ കാല, ഫേസ്ബുക്കിടെ കാല, യൂട്യൂബിടെ കാല, അത് ഇട്ട് പുട്ടൻ കണിപ്പിനെ പിറവെടുക്കും പോലെയില്ല. അതുകൊണ്ട് എന്താവും, ഞങ്ങൾ പിന്നർത്തനെ നാണം കെടുത്തെങ്കിൽ അള്ളാഹു താല ഞങ്ങളെ നാണം കെടുത്തു. ആ നാണം കെടുത്തത് എവിടെ ആയിട്ടിക്കും ചിലപ്പോ പിന്നെ മക്കളെ എതിർ വരെ ആയിട്ടിക്കുമേയാവും. അതായിട്ടിക്കും പാടിച്ചൊന്ന ഹദീസിലെ ഭാഗം. അപ്പൊ ഞങ്ങൾ പിന്നർത്തനെ നാണം കെടുത്ത് ഇറങ്ങിയാൻ കണ്ടെങ്കിൽ, നാണം കെടുത്തിയാണ് കണ്ടെങ്കിൽ അള്ളാഹു താല ഓന്റെ നാണം കെടുത്തു, ആഖിറത്തും നാണം കെടുത്തു, ചിലപ്പോൾ ദുനിയാവിലും നാണം കെടുത്തു. ദുനിയാവിൽ അള്ളാഹു താല നാണം കെടുത്തത് ചിലപ്പോൾ പിന്നെ മക്കളെ എതിർലുമായിട്ടിക്കും. അപ്പോ ഇസ്ലാം വളരെ ഇസ്ലാം വളരെ ശ്രേഷ്ഠമായി കൽപ്പിച്ചൊന്നിട്ട് മറ്റുള്ളവരെ തപ്പ് ഞങ്ങൾ കണ്ടെത്തും കണ്ടെങ്കിലും ഞങ്ങൾ അതിനെ മറച്ചു വെക്കണം. അതിലെ പിറവത്തിനങ്ങ് തേടി നടക്കുകയെ തീരാം. അത് ഈ രണ്ട് സംഭവം നിൽക്കുന്ന ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. അതുകൊണ്ട് മറ്റുള്ളവരെ തപ്പ് മറച്ചു വെക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യവും ഞങ്ങളെ ആഖിറത്തിൽ അള്ളാഹു നാണം കെടുത്താണ്ടിക്കുള്ള കാര്യം കൂടിയായിട്ടിരിക്കുന്നത്. അള്ളാഹു ഞങ്ങളൊക്കെ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ക്ലാസ് കാത് കൊടുത്തങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് ഞങ്ങളെ ലിങ്കിലെ ഷെയർ ആക്കുക, നിങ്ങളെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടും പ്രചരിപ്പിക്കുക. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങളെയും സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.